കുറച്ച് ദിവസമായിട്ട് HMPV എന്ന് പറയുന്നൊരു വൈറസ് വളരെ വലിയ വാർത്ത സൃഷ്ടിക്കുന്നുണ്ട്. എന്താണ് HMPV വൈറസ്? വളരെ ചെറുത് മുതൽ വലിയ രീതിയിലുള്ള ശ്വാസകോശ സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ജലദോഷപ്പനിയായിട്ടോ ഒരു ഫ്ലൂ പോലെയോ തെറ്റിദ്ധരിക്കപ്പെടാൻ സാധ്യതയുള്ള ഒരു അസുഖം തന്നെയാണ് HMPV വൈറസിലൂടെ നമുക്ക് കിട്ടുന്നത്. വളരെ ചെറിയ കുട്ടികൾ മുതൽ 65 വയസ്സിന് മുകളിൽ പ്രായമുള്ളവരെയും പ്രതിരോധ ശേഷി തീരെ ഇല്ലാത്ത അവസ്ഥയിൽ കൂടെ നീങ്ങിക്കൊണ്ടിരിക്കുന്നവരും, അതായത് കുറച്ചധികം വർഷങ്ങളായി എന്തെങ്കിലും രീതിയിലുള്ള അസുഖങ്ങൾ ബാധിച്ചവരായാലും നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റത്തെ എഫക്റ്റ് ചെയ്ത എന്ത് അസുഖം റീസെൻ്റ്ലി ഉണ്ടായവരാണെങ്കിൽ പോലും അവരെയാണ് കൂടുതലും HMPV വൈറസ് ബാധിക്കുന്നത്. കോവിഡിനെ നമ്മൾ എത്രമാത്രം പ്രതിരോധിച്ചോ, ഏതൊക്കെ മാർഗങ്ങൾ ഉപയോഗിച്ചോ, അതെല്ലാം നമുക്ക് HMPVയെ പ്രതിരോധിക്കാനും ഉപയോഗിക്കാം. കാരണം ഇത് റെസ്പിറേറ്ററി ഡ്രോപ്ലെറ്റ്സ് ആയിട്ടാണ് കൂടുതലും പകരുന്നത്. അതായത് ഒരാളടുത്ത് നിന്ന് ചുമച്ചാൽ ആ ചുമയിൽ നിന്ന് പുറത്തേക്ക് വരുന്ന തുള്ളികളിലൂടെയോ, അല്ലാന്നുണ്ടെങ്കിൽ ഒരാൾ തൊട്ട പ്രതലത്തിൽ നമ്മൾ വീണ്ടും തൊടുകയോ, അങ്ങനെയൊക്കെയുള്ള അവസ്ഥകളിലൂടെ പകരുന്നതായതുകൊണ്ട് തന്നെ ഓർക്കുക, കോവിഡിൽ ചെയ്തതെല്ലാം തന്നെ നമുക്ക് ഇവിടെ ചെയ്യാം. സാധാരണഗതിയിൽ വീടിന് ചുറ്റും നമ്മൾ മഴക്കാലത്തും തണുപ്പ് കാലത്തുമൊക്കെ അണുക്കൾ വരാതിരിക്കാൻ പുകയ്ക്കാറുണ്ട്. നമുക്കിവിടെ അത് ഉപയോഗിക്കാം. കൈകൾ വൃത്തിയായി കഴുകാം, ചൂടുവെള്ളം കുടിക്കാം, ഭക്ഷണം നന്നായി ദഹിക്കാൻ മാത്രമായിട്ടുള്ളവ കഴിക്കാം, മിതമായ രീതിയിൽ കഴിക്കാം. ഒന്ന് ശ്രദ്ധിച്ചു നോക്കൂ, കോവിഡിൽ നമ്മൾ എന്തുമാത്രം ശ്രദ്ധിച്ചു. അതുപോലെ നമുക്ക് ഇതിനെയും ചെറുക്കാൻ പറ്റും. ടെൻഷൻ ആവേണ്ട, പ്രതിരോധിക്കാം ഒന്നിച്ച്. ഒരസുഖത്തെപ്പറ്റി അറിഞ്ഞിരിക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രതിരോധം. അത് ബാക്കിയുള്ളവരിലേക്കും കൂടി ശരിയായ രീതിയിൽ എത്തിക്കുക എന്നുള്ളതാണ് അതിലും നല്ല കാര്യം. അപ്പോൾ ഈ ചെറിയ അറിവും ടെൻഷൻ ആകണ്ട എന്നുള്ള പദവും നിങ്ങളെല്ലാവരിലേക്കും എത്തിക്കുമല്ലോ അല്ലേ?